ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു സിങ്കോണിയം, ഈ ഒരു വെറൈറ്റി സിങ്കോണിയം ഒരുവിധം എല്ലാവരുടെ കയ്യിലുണ്ടാവും. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വളർത്താവുന്ന ഒരു സിങ്കോണിയം വെറൈറ്റിയാണിത്. അപ്പോൾ ഇതിപ്പം ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. ചട്ടിയിൽ നിൽക്കുമ്പോൾ ഉള്ള അതിൻ്റെ ഒരു കളർ ഇങ്ങനെയാണ്, ഒരു സിൽവർ കളറും കൂടി കയറി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വെയിൽ വേണം ഈ ചെടിക്ക്. ഇത് ഞാൻ സിങ്കോണിയം മതിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വളർത്തിയിരിക്കണതാണ്. അപ്പോൾ അത് നമ്മൾ താഴെ നട്ടു കൊടുത്തു. സിങ്കോണിയത്തിൻ്റെ കുറച്ച് തൈകൾ എടുത്തിട്ട് തണ്ട് വെച്ചാലും ഇത് പിടിച്ചു കിട്ടും. തണ്ട് വെച്ചാലും തൈ വെച്ചാലും സിങ്കോണിയം പിടിക്കും. അങ്ങനെ അതൊരു 5-6 വെച്ചിട്ട് ഇപ്പോൾ അത് മതിലിങ്ങനെ കവർ ചെയ്ത് വന്നിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ മതിൽമ അത് പടർന്ന് കയറി കഴിഞ്ഞപ്പം അതിൻ്റെ ഇലകൾ ഫുൾ ഗ്രീൻ, നല്ല ഡാർക്ക് ഗ്രീൻ കളറിലാണ് കാണുന്നത്. പക്ഷെ താഴെ ഉണ്ടാവുന്ന കുട്ടികൾക്ക്, കുഞ്ഞി തൈകൾക്കൊക്കെ ഇലകൾക്ക് ക്രീം കളറാണ്. കണ്ടോ, ക്രീം കളറിലുള്ള ഇലകളാണ് ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞ് ഈ മതിലേക്ക് കയറി ഇതിങ്ങനെ ഒരു ഗ്രീൻ കളറിലേക്ക് കൺവേർട്ട് ആവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിങ്കോണിയം നമ്മൾ താഴെ നടാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ഇത് വളരും. അതിൻ്റെ കടയ്ക്ക് കുറച്ച് ഉണക്കലകളും കരിയിലകളൊക്കെ കിടക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് വളമൊന്നും ഇട്ട് കൊടുക്കണ്ട. ഇത് തന്നെ തഴച്ച് വളരും. ഇതിൽ നിന്ന് നമുക്ക് എത്ര വേണമെങ്കിലും ചെടികൾ വെച്ച് പിടിപ്പിക്കാനും പറ്റും. അപ്പോൾ വേഗം തന്നെ നമുക്ക് പ്രൊപ്പഗേഷൻ നടത്താനായിട്ട് പറ്റും. ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ക്രീം കളറിലൊക്കെ നല്ല ഭംഗിയിൽ ഇരിക്കും. ഇതിനി പ്രൊപ്പഗേഷൻ നടത്താനായിട്ട് വളരെ എളുപ്പമാണ് ഈ സിങ്കോണിയം പ്ലാന്റ്സ്. ഇപ്പോൾ ദേ ഈ താഴെ നട്ടേക്കുന്നതിൻ്റെ താഴെ കണ്ടോ, ചെറിയ തൈച്ചെടി ഒന്നുകിൽ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് മണ്ണിൽ നിന്ന് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ കുഞ്ഞി തൈച്ചെടി കിട്ടും. ഇത് നമുക്ക് ചട്ടിയിൽ നടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ടുകൾ മുറിച്ചെടുത്താലും അതിൻ്റെ ഓരോ നോഡിലും വേരുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ വേരോട് കൂടി മുറിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ അത് പിടിച്ച് കിട്ടും. കണ്ടോ, വേരുകൾ കാണാൻ പറ്റണല്ലേ. കണ്ടോ, ഇവിടെ വെച്ചിട്ട് മുറിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് അത് മുറിച്ചെടുത്ത് വെച്ചാൽ മതി, പിടിച്ച് കിട്ടും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് പ്രൊപ്പഗേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. വേഗം തന്നെ പിടിച്ച് കിട്ടും. ഈ സിങ്കോണിയം വെള്ളത്തിലും വളരും. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഇൻറ്റീരിയർ ഡിസൈനിങ്ങിന് ഇതിങ്ങനെ ജാറിലൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ നിൽക്കും. ഇത് ഞാൻ ആ മതിലിൻ്റെ അവിടെ നിന്ന് എടുത്ത കുഞ്ഞി തൈകൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.